മക്കളെ, ഇന്ന് നമ്മൾ കബ് തക്ക് എന്ന വന്ദന ടേട്ടയുടെ കവിതയിലെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് നോക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ നോക്കാം. अपनी पहचान जानने के लिए दूसरे का मुंह जोहते रहना, इससे आपने क्या समझा? സ്വന്തം ഐഡന്റിറ്റി അറിയാൻ വേണ്ടി മറ്റുള്ളവരെ പ്രതീക്ഷിക്കുക, മറ്റുള്ളവരുടെ മുഖത്തു നിന്നും അറിയാൻ വേണ്ടി, മറ്റുള്ളവരെന്ന് അറിയാൻ വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുക എന്നതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ये हमें दूसरों पर निर्भरता छोड़कर अपनी स्वयं की शक्ति और क्षमता को पहचानने और उसका उपयोग करने का आह्वान करती है. ഇത് നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ, ദൂസരോं पर निर्भरता छोड़कर മറ്റുള്ളവരുള്ള ആശ്രയം ഉപേക്ഷിച്ചിട്ട്, अपनी स्वयं की शक्ति സ്വന്തം ശക്തിയും ക്ഷമത കഴിവും പഹചാനിനെ തിരിച്ചറിയുകയും ഉസ്ക ഉപയോഗ കർണേക്ക അത് ഉപയോഗിക്കുക, സ്വന്തം കഴിവും ശക്തിയും തിരിച്ചറിഞ്ഞിട്ട് ആ കഴിവിനെയും ശക്തിയെയും ഉപയോഗിക്കാനുള്ള ആഹ്വാനമാണ് നൽകുന്നത് എന്നാണ് അതിൽ നിന്നും മനസ്സിലായത് അല്ലേ. ഇനി നോക്കാം. कि तुम्हारा इतिहास तुमने नहीं उसने लिखा है, इसमें किस बात की और संकेत है? നിങ്ങളുടെ ഇതിഹാസം നിങ്ങളല്ല, അവരാണ് എഴുതിയത് എന്നതിൽ ഇസ്മേ കിസ് ബാത്ത് ഓർ സങ്കേത് ഹെ, ഇതിൽ എന്ത് കാര്യമാണ് സൂചിപ്പിക്കുന്നത്, ഇതിൽ സൂചിപ്പിക്കുന്ന കാര്യം എന്താണ്? ये पंक्तियां हमें दूसरों द्वारा लिखे गए इतिहास पर निर्भर रहने के बजाय अपनी कहानियां खुद लिखने का आह्वान करती है. ഈ വരികൾ നമ്മൾ മറ്റൊരാൾ മുഖേന ചരിത്രവും അതുപോലെ തന്നെ സ്വന്തം ചരിത്രവും സ്വന്തം കഥയും മറ്റുള്ളവർ മുഖേന രചിക്കപ്പെടാതെ അപ്പനി കഹാനിയ സ്വന്തം കഥയും ചരിത്രവും ഖുദ് ലിഖ്നേക സ്വയം എഴുതാനുള്ള ആഹ്വാനമാണ് ഈ വരികൾ നൽകുന്നത്. അടുത്ത നോക്കാം. कि आत्मसम्मान से बड़ी कोई चीज नहीं होती, इन पंक्तियों पर अपना विचार प्रकट करें. ആത്മാഭിമാനത്തെക്കാൾ വലിയ മറ്റൊരു വസ്തുവില്ല. ഈ വരിയിൽ നിങ്ങളുടെ അഭിപ്രായം പ്രകടമാക്കുക. ये पंक्तियां आत्मसम्मान से महत्व पर बल देती है. ഈ വരികൾ ആത്മാഭിമാനത്തിന്റെ മഹത്വത്തിന് ഊന്നൽ നൽകുന്നു. आत्मसम्मान एक व्यक्ति के जीवन में सबसे महत्वपूर्ण गुणों में से एक है. ആത്മാഭിമാനം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്വപൂർണമായ ഗുണങ്ങളിൽ ഒന്നാണ്. हमारे पास आत्मसम्मान है तो हम अपनी मूल्य और क्षमता को पहचानते हैं. നമ്മൾക്ക് ആത്മാഭിമാനം ഉണ്ടാവുമ്പോൾ നമ്മൾ സ്വന്തം കഴിവും അതുപോലെ തന്നെ നമ്മുടെ വിലയും കഴിവും തിരിച്ചറിയുന്നു. अपनी क्षमताओं पर भरोसा करते हैं, സ്വന്തം കഴിവിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നു. അടുത്തത് अपना परिचय जानने के लिए समान आशय वाली पंक्तियां चुनकर लिखिए എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേ ആശയം വരുന്ന വരികൾ കവിതയിൽ നിന്നും കണ്ടെത്താനാണ് പറഞ്ഞത്. अपना परिचय जानने के लिए दूसरों का इंतजार नहीं करो, സ്വന്തം ഐഡന്റിറ്റിക്ക് വേണ്ടി മറ്റുള്ളവരെ പ്രതീക്ഷിക്കരുത് എന്ന് പറയുന്ന വരികൾ ഏതാണ് നോക്കാം. കബ് തക്ക് ജോഹത്തെ രഹോഗെ, ഇതില് പറയുന്ന വരികള് ഇതാണ്, ഇവിടെ മുതലാണ് കേട്ടോ. ഈ ഫസ്റ്റില് കബ് തക്ക് ജോഹത്തെ രഹോഗെ അപ്പനി പഹചാൻ ജാനനെ കെ ലിയെ ദൂസരെ കാ മൂഹ്, ഇതുവരെയാണ് അതിന്റെ വരികൾ വരുന്നത്. ഏതിന്റെ? ഫസ്റ്റിലുള്ളത് തന്നെ. अपना परिचय जानने के लिए दूसरों का इंतजार नहीं करो, അതിന്റെ വരികളാണ്
कब तक जोहते रहोगे अपनी पहचान जानने के लिए दूसरे का मुंह എന്നത്. ഇനി അടുത്തത് നോക്കാം. ऐसी आशा छोड़ दो कि तुम्हारे लिए संघर्ष करने कोई आएगा. ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പോരാടാൻ വരും എന്ന ആഗ്രഹം ഉപേക്ഷിക്കുക. ചൂടനെ പറഞ്ഞ ഉപേക്ഷിക്കുക. ആശ ആഗ്രഹം, ആഗ്രഹം ഉപേക്ഷിക്കുക എന്ന മീനിങ് വരുന്ന, എന്ന ആശയം വരുന്ന വരി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലഡ്ന പറഞ്ഞാലാണ് യുദ്ധം ചെയ്യുക. അപ്പൊ ഈ 3 വരിയാണ്. और कब तक आसरे में रहोगे कि कोई आए और तुम्हारे लिए लड़े. ഇതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. और कब तक आसरे में रहोगे कि कोई आए और तुम्हारे लिए लड़े. നിങ്ങളെക്ക് വേണ്ടി പൊരുതാൻ ആരെങ്കിലും വരും എന്ന ചിന്ത ആ വരികളിലാണ് പറയുന്നത്. അടുത്ത നോക്കാം. സോറി, ഇത് തന്നെയാണല്ലോ. അടുത്ത നോക്കാം. कोई भी तुम्हारा दुख दूर करने को तैयार नहीं होगा जिससे उसके दुख की वृद्धि हो. ആരും തന്നെ സ്വന്തം ദുഃഖത്തിനെ ഇരട്ടിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ദുഃഖം ഇല്ലാതെയാക്കാൻ തയ്യാറാവുകയില്ല എന്ന അർത്ഥം വരുന്ന വരികൾ ഏതാണ്? മറ്റുള്ളവരുടെ ദുഃഖം ഇല്ലാതാക്കുന്ന സമയത്ത് ഉസ്കാ ദുഃഖം, അവരുടെ ദുഃഖം ഇരട്ടിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി അവർ തയ്യാറാവില്ല എന്ന അർത്ഥം വരുന്ന വരികൾ ഏതാണ്? कब तक जोते रहोगे അവതാരം के आगमन की बाट की हो सके तुम्हारा उद्धार. നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അവതാരങ്ങൾ, അതല്ല ക്യോം കരേഗ, ഇതാണ് ക്യോം കരേഗ തുമാരി വ്യഥാക്ക. ഇവിടെ മുതലാണ് അതിന്റെ ആൻസർ വരുന്നത്. ക്യോം കരേഗ തുമാരി വ്യഥാക്ക നിരാകരൺ അപ്പനെ വ്യഥ ബഡാനെ കെ ലിയേ. ഇത്രയാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്യോം കരേഗ കോയി തുമാരി വ്യഥ കാ നിരാകരൺ അപ്പനെ വ്യഥ ബഡാനെ കെ ലിയേ. മനസ്സിലായോ? അപ്പൊ നമ്മൾ അതിന്റെ ആൻസർ കണ്ടെത്തി കഴിഞ്ഞു. കബ് തക്ക് പറഞ്ഞാൽ എപ്പോൾ വരെ. കബ് തക്ക് എപ്പോൾ വരെ എന്നാണ് കബ് തക്കിന്റെ അർത്ഥം. इनी कविता पर चर्चा करें और ऐसे महापुरुषों के नाम जोड़ें जिन्हें समाज के उद्धार के लिए अपनी जिंदगी का समर्पण किया है. സ്വന്തം ജീവൻ ഉപയോഗിച്ചിട്ട് സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ജീവിച്ചവരെയാണ് ഇവിടെ താഴെ പറഞ്ഞിരിക്കുന്നത്. ശ്രീമതി അക്കമ്മ ചെറിയാൻ, മഹാത്മാ അയ്യങ്കാളി, ശ്രീ നാരായണ ഗുരു, വക്കം അബ്ദുൽ ഖാദർ മൗലവി. कविता पर चर्चा करें और ऐसे മഹാപുരുഷോं के नाम जोड़ें जिन्हें समाज में. അതുപോലെ നിങ്ങളോട് ഇതുപോലെയുള്ള മഹാപുരുഷന്മാരുടെ പേരുകൾ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 4 ഇവിടെ തന്നിട്ടുണ്ട്, ബാക്കി നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. कविता में कोई शब्द का प्रयोग बार बार हुआ है, वह किसको सूचित करता है. കവിതാമേ കോയി ശബ്ദ കാ പ്രയോഗ ബാർ ബാർ ഹുവാ ഹെ. കവിതയിലെ കോയി എന്ന ശബ്ദം, കോയി എന്ന ഈ ശബ്ദം, ആരെങ്കിലും വരുമോ ആരെങ്കിലും വരില്ല എന്നൊക്കെ പറയുന്ന ഈ കോയി എന്ന ശബ്ദം ബാർ ബാർ ഹുവാ ഹെ, നിരന്തരം പ്രയോഗിച്ചിരിക്കുന്നു. കിസ്കോ സൂചിത കർത്ത, ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമ്മൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തന്നെ പ്രവർത്തിക്കണം, നമുക്ക് വേണ്ടി ആരും തയ്യാറാവുകയില്ല എന്ന സൂചനയാണ് നൽകുന്നത് അല്ലെ. പ്രയോഗി വിശേഷത പഹ്ചാനെ. ഇനി അടുത്തത് മൂഹ് ജോഹ്ന, ബാട്ട് ജോഹ്ന. ഈ രണ്ടിന്റെയും വിശേഷത, അതായത് ഇതിന്റെ അർത്ഥം എന്താണെന്ന് നമ്മളോട് മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മൂഹ് ജോഹ്ന എന്ന് പറഞ്ഞാലും ബാട്ട് ജോഹ്ന എന്ന് പറഞ്ഞാൽ ഇന്ദസാർ കർണ, പ്രതീക്ഷിക്കുക, പ്രതീക്ഷിച്ചിരിക്കുക. മൂഹ് ജോഹ്ന പ്രതീക്ഷ കർണ, നിങ്ങളുടെ ഈ മീനിങ്ങിൽ തന്നെ ഉണ്ട് മൂഹ് ജോഹ്ന. മൂഹ് ജോഹ്ന പറഞ്ഞാൽ പ്രതീക്ഷ കർണ, ഇന്ദസാർ കർണ. പിന്നെ അടുത്തത് എന്താണ് ചോദിച്ചത്? ബാട്ട് ജോഹ്ന അല്ലെ. ബാട്ട് ജോഹ്ന ഇവിടെ തന്നിട്ടില്ല, പക്ഷെ ബാട്ട് ജോഹ്ന എന്ന് പറഞ്ഞാലും ഇന്ദസാർ കർണ എന്ന് തന്നെയാണ് മീനിങ് വരുന്നത്. ബാട്ട് ജോഹ്ന എന്താണ്? ഇന്ദസാർ കർണ എന്ന് തന്നെയാണ് ബാട്ട് ജോഹ്ന എന്നതിന്റെ മീനിങ് വരുന്നത്. അടുത്തത് കവിതയുടെ ആശയം എഴുതാനാണ്. കവിതക്ക് ആശയിലേക്ക്, കവിതയുടെ ആശയം
ए पंक्तियां वंदना टेटे से लिखा हुआ कब तक नामक കവിത से लिया गया है. നിങ്ങൾക്ക് എക്സാമിന് കുറച്ച് ലൈനുകൾ തന്നിട്ടാണ് ആശയം എഴുതാൻ വേണ്ടി പറയുക. അപ്പൊ നിങ്ങൾ ഈ വരികൾ ഇന്ന കവി എഴുതിയിട്ടുള്ള ഇന്ന കവിതയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് എന്നാണ് എഴുതേണ്ടത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഏ പങ്ക്തിയാം, ഈ വരികൾ വന്ദന ടെട്ടെ സെ ലിഖാ ഹുവ, വന്ദന ടെട്ടെ എഴുതിയിട്ടുള്ള കബ് തക്ക് നാമക കവിതാ സെ ലിയാ ഗയാ ഹെ, കബ് തക്ക് എന്ന കവിതയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഹമേം ദൂസരോं को इंतजार न करके अपनी शक्ति और क्षमता को पहचान कर आत्मसम्मान से जीने की പ്രേരണ देती है. നമ്മൾ മറ്റുള്ളവരെ പ്രതീക്ഷിച്ചിരിക്കാതെ സ്വന്തം ശക്തിയും കഴിവും തിരിച്ചറിഞ്ഞ് ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള ജീനേക്ക് പ്രേരണ, ജീവിക്കാനുള്ള പ്രേരണയാണ് ഈ കവിതയിലൂടെ നൽകുന്നത്. अपनी इतिहास और कहानी स्वयं लिखने का आह्वान भी करते हैं. സ്വന്തം കഥയും ചരിത്രവും സ്വയം എഴുതാനുള്ള ആഹ്വാനം കൂടെ ഇതിൽ നൽകുന്നു. इस कविता में आत्मसम्मान के महत्व पर बल देती है. ഈ കവിതയിൽ ആത്മാഭിമാനത്തിന്റെ മഹത്വത്തിനാണ് ഊന്നൽ നൽകിയിരിക്കുന്നത്. आत्मसम्मान एक व्यक्ति के जीवन में सबसे महत्वपूर्ण गुणों में से एक है. ആത്മാഭിമാനം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്വപൂർണമായ ഗുണങ്ങളിൽ ഒന്നാണ്. തുമാരെ ലിയേ ലഡ്നേക്കോ കോയി നഹി ആയേഗ, നിങ്ങൾക്ക് വേണ്ടി പൊരുതാൻ ആരും വരികയില്ല. अपने दुख को बढ़ाते हुए तुम्हारे दुख दूर करने के लिए कोई नहीं आएगा. സ്വന്തം ദുഃഖം വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ദുഃഖത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി ആരും തയ്യാറാവുകയില്ല. ഇസ്ലിയെ ബദലോ, അതുകൊണ്ട് തന്നെ മാറൂ. കാലം മാറിയിരിക്കുന്നു, അതിനനുസരിച്ച് നിങ്ങളും മാറൂ എന്നാണ് പറയുന്നത്. कविता में अवतारों के आगमन पर भरोसा करने से मना किया है. കവിതയിൽ അവതാരത്തിന്റെ വരവിന്റെ അവിശ്വാസത്തിനെ വിലക്കുകയും കൂടെ ചെയ്തിരിക്കുന്നു. वे लोगों को अपनी समस्या का समाधान स्वयं ढूंढने के लिए प्रेरित करती है. कविता का मुख्य संदेश यह है कि आत्मसम्मान जीवन में सबसे महत्वपूर्ण चीज है. वे लोगों को अपनी समस्या का समाधान स्वयं ढूंढने के लिए प्रेरित करती है. ഈ കവിതയിൽ കവയിത്രി ലോകോങ്കോ അപ്പനി സമസ്യാക്കാ സമാധാൻ, ജനങ്ങളോട് അപ്പനി സമസ്യ സ്വന്തം പ്രശ്നത്തിന്റെ പരിഹാരം സ്വയം അന്വേഷിച്ചിട്ട് ढूंढने के लिए സ്വയം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പ്രശ്ന പരിഹാരം സ്വയം അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുക കൂടിയാണ് ഈ കവിത മുഖേന ചെയ്യുന്നത്. കവിത കാ മുഖ്യ സന്ദേശേഹി, കവിതയിലെ പ്രധാന ആശയം എന്ന് പറയുന്നത്, പ്രധാന സന്ദേശം എന്ന് പറയുന്നത് ഇതാണ്. ആത്മസമ്മാൻ ജീവൻ മേ സബ്സെ മഹത്വപൂർണ്ണ ചീസ് ഹേ. ഈ കാ എന്നുള്ള ഇല്ല കേട്ടോ, അതെങ്ങനെ കുടുങ്ങിപ്പോയതാണ്. ആത്മസമ്മാൻ ജീവൻ മേ സബ്സെ മഹത്വപൂർണ്ണ ചീസ് ഹേ. ആത്മാഭിമാനമാണ് ജീവിതത്തിലെ ഏറ്റവും മഹത്വപൂർണമായ വസ്തു എന്നാണ് ഈ കവിതയുടെ പ്രധാന സന്ദേശം. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മുടെ ഈ കവിതയിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഉള്ളത്. കവിതയുടെ സന്ദേശം നിർബന്ധമായിട്ടും പഠിക്കുക. അതുപോലെ തന്നെ ബാട്ട് ജോഹന, പിന്നെ ആ രണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടല്ലോ, മൂഹ് ജോഹന ബാട്ട് ജോഹന, അത് രണ്ടും പഠിക്കുക കേട്ടോ. മൂഹ് ജോഹന എന്നുള്ള ബാട്ട് ജോഹന എന്നുള്ള പഠിക്കുക. കവിതയുടെ ആശയം പഠിക്കുക. ഈ വരികൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ 3 ആശയം തന്നിട്ടുണ്ടല്ലോ, ഈ ആശയം അതിന്റെ വരികൾ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇതുവരെയാണ് നമുക്ക് എക്സാമിനുള്ളത്. കബ് തക്ക് എന്ന ചാപ്റ്റർ വരെയാണ് സെക്കൻഡ് ടൈമിലേക്ക് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുന്നത്. അത്രയും ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചിട്ട് നല്ല മാർക്ക് വാങ്ങുക എല്ലാവരും.